ഹലോ. അങ്ങനെ കാത്തിരുന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി വരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്ന്. ലാസ്റ്റ് നമ്മൾ മൈസൂർ തന്നെ പിടിച്ചിട്ടാണ് മൈസൂർ പോകാമെന്ന്. കാരണം എല്ലാവരുടെയും ദേശീയ സ്ഥലമാണല്ലോ മൈസൂർ. അങ്ങനെ നമ്മൾ സുള്ളിയ വഴിയാണ് കേട്ടോ മൈസൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഡ്രൈവ് ചെയ്ത് മടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യില്ല, ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അതിനായിട്ട് മാത്രമാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടുണ്ടായത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ പോയി അടിച്ചു പൊളിച്ച് പോയിട്ടാ. പക്ഷെ തിരിച്ചു വരുമ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു വെള്ളച്ചാട്ടമുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിർത്തി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ എത്തി. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂമൊക്കെ എടുത്തു മൈസൂർ എത്തിയിട്ട്. അതിനുശേഷം നമ്മൾ സെൻറ്റ് ഫിലോമിന ചർച്ച് കാണാൻ പോയിട്ടാണ്. അവിടെ വലിയ കാര്യത്തിൽ കാണാനൊന്നും ഉണ്ടായില്ല, എന്നാലും കുറച്ച് സമയം ഇതിലൊക്കെ നടന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ റൂമിലെത്തി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ അൻവിയുടെ കയ്യിലായിരുന്നു ഫോൺ. അപ്പോൾ അവൾ ഫോൺ തരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. അതിനുശേഷം നമ്മളൊരു കുതിര സവാരി നടത്തിയിട്ട് പാലസിന് ചുറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, എന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വണ്ടിയിൽ പോകുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിരുന്നു ഈ കുതിര വണ്ടിയിൽ പോകുന്നത്. അങ്ങനെ എല്ലായിടത്തും കറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മൈസൂർ സാരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. നമ്മൾ പാലസിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പാലസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ കാലക്കേട് എന്ന് പറയാം, അന്ന് കന്നഡയായിരുന്നു കേട്ടോ. ഇംഗ്ലീഷും ഉണ്ടായിരുന്നു, കന്നഡ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറിയ ദിവസം കന്നഡയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഇങ്ങനെയൊന്നും കണ്ടു എന്നേ ഉള്ളൂ.